അതെ, ഇത് വളരെ ലളിതം എന്ന് പറയാൻ കഴിയാത്തൊരു സമവാക്യം. അത് വളരെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനാണ്. യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ എല്ലാ ഘടകങ്ങളിലൂടെ ബാധകമാണ്. ഞാൻ ഓരോന്നായി അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിശദീകരണം നൽകാം. ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ അനിൽകുമാർ, CPM-ൻ്റെ പ്രമുഖ സൈദ്ധാന്തികനായിട്ടുള്ള അനിൽകുമാർ പറഞ്ഞ 2-3 കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, KM ഷാജി മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ഭരണം പിടിക്കാൻ പോകുന്നതെന്ന് ഒരു പ്രസ്താവന അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അതൊരു വിരുദ്ധമായ പ്രസ്താവനയാണ്. രണ്ടാമത് രണ്ടാമത് KM ഷാജിയുടെ തന്നെ കാര്യത്തിൽ അദ്ദേഹം വർഗീയ പ്രസ്താവനയോ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗമോ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്ഥാനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴാണ് MLA സ്ഥാനം പോയത്. അഴീക്കോട് മണ്ഡലത്തിൽ തോറ്റപ്പോഴാണ്. അദ്ദേഹത്തിന് MLA സ്ഥാനമൊന്നും അതിൻ്റെ പേരിൽ അയോഗ്യത ഒന്നും എവിടെയും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു കേസാണ്. ആ കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരികയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം 33 സ്കൂളുകൾക്ക് 2011 ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി 33 എയ്ഡഡ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകിയെന്ന് പറയുന്നുണ്ട്. അത് AIP എന്ന ഏരിയ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ സ്കൂളുകളാണ്. അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ എയ്ഡഡ് പദവി കൊടുത്ത് അതിൽ ഒരു 1/4 പങ്കും LP സ്കൂളുകളാണ്. LP സ്കൂളുകളും 1, 2, 3 മലപ്പുറം ജില്ലയിലും പരിസരത്ത് അത് മുസ്ലിം സമുദായത്തിന് മാത്രം കൊടുത്ത ഒരു സ്കൂളാണ്. അങ്ങനെ പല സമുദായങ്ങൾക്കും, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ, പിന്നോക്ക മേഖലകളിൽ ചില പ്രദേശങ്ങളെ കണക്കാക്കി, ചില സമുദായങ്ങളെ കണക്കാക്കിയൊക്കെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അങ്ങനെയുള്ള പല പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് AIP എന്ന പദ്ധതി. ആ പദ്ധതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. മുസ്ലിം ലീഗ് ആണ് വെള്ളാപ്പള്ളിയുടെ SNDP-യും NSS-ഉം തമ്മിലുള്ള തെറ്റിച്ചത് എന്ന് പറയുന്നു. 2011 ഗവൺമെൻറ് 72 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി 2011 ഗവൺമെൻറ് വന്ന പിറ്റേ ദിവസം സുകുമാരൻ നായരുടെ ഒരു പ്രസ്താവനയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമദൂരം വിട്ട് ശരി ദൂരം കണ്ടെത്തുകയായിരുന്നു എന്നാണ്. ദേശാഭിമാനി പത്രത്തിൽ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഏത് പത്രം എടുത്തു നോക്കിയാലും NSS ജനറൽ സെക്രട്ടറി പ്രസ്താവന നിങ്ങൾക്ക് കാണാം. 2011 തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ്. ഞങ്ങൾ സമദൂരം വിട്ട് ശരി ദൂരം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ NSS UDF-നെ പിന്തുണയ്ക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അധികാരത്തിൽ വന്നു എന്ന് കണ്ട നിമിഷം അദ്ദേഹം പറഞ്ഞ വാചകമാണ്. അത് എനിക്ക് അന്നും ഓർമ്മയുണ്ട്, ഇന്നും ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള സംവരണം പോലെയുള്ള പ്രശ്നം SNDP-ക്ക് അങ്ങനെ മഹത്തായ ഒരു ചരിത്രമുണ്ട്. അതൊരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ്. മുൻപ് തന്നെ 1990-കളിലൊക്കെ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ചർച്ചകൾ, സംവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്തും അതിനു മുമ്പ് മുസ്ലിം ലീഗ് ഇടക്കാലത്ത് മുന്നണി വിട്ടപ്പോഴൊക്കെ SNDP-യുമായി കൂടി ചേർന്നുകൊണ്ടാണ് ഇവിടെ സംവരണ സമുദായ മുന്നണി ഉണ്ടാകുന്നതും സംവരണത്തിന് വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നടക്കുന്നത്. അന്ന് AS പ്രതാപ് സിംഗിനെ പോലെയുള്ള MK രാഘവൻ സാറിനെ പോലെയുള്ള വലിയ പ്രമുഖരായ നേതാക്കൾ അന്ന് മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ടാണ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മുന്നണികൾ രൂപീകരിച്ചത്. ആ ചരിത്രത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ താങ്കൾ ശരിയാം വിധം സൂചിപ്പിച്ച പോലെ NSS-ൻ്റെ അജണ്ട എന്നത് രണ്ടാണ്. ഒന്ന്, ഈ ഗവൺമെൻറ് എങ്ങാനും വരികയാണെങ്കിൽ അതിൽ അധികാരത്തിന് വേണ്ടിയുള്ള വിലപേശലാണ് നടത്തുന്നത്. ആ അധികാരത്തിന് വിലപേശുന്നതിനോടൊപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായി വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് അദ്ദേഹത്തിൻ്റെ പങ്കുകൂടി നിർവഹിക്കുകയാണ്. നമുക്ക് താങ്കൾ സൂചിപ്പിച്ച പോലെ SNDP ഈ സംവരണ വിരുദ്ധ പ്രസ്ഥാനമായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ തന്നെ ഒരു മനസ്സിലാക്കൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ മനസ്സിലാക്കൽ NSS അല്ലെങ്കിൽ SNDP വിഭാഗത്തിന് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് കേരളത്തിൽ ഇനി സംവരണം ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സർവീസ് മേഖലയിൽ അവർ സ്വയം പര്യാപ്തമായി കഴിഞ്ഞു എന്നൊരു ധാരണയിൽ അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ NSS-നെ സംബന്ധിച്ചുള്ള സംവരണത്തെ എതിർക്കുക അതിനെ സംവരണത്തിന് വേണ്ടി, സാമുദായിക സംവരണത്തിന് വേണ്ടി ഇന്നും നിലകൊള്ളുന്ന കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഒറ്റ തിരിച്ച് കാണുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്.